Now it's just another day and another place. അറിയാണെങ്കിൽ പാടാ. അല്ല ഇത് അറിയുന്ന തന്നെ അങ്ങനല്ലേ? പറന്നേ ചെറു ചിറകുകളടിച്ചുയരേ ജീവിതത്തെ ചുംബിച്ചിടലോ. ഇതെല്ലാം ഫീമെയിൽ സിംഗേഴ്സിന്റെ ഒരു നാഷണൽ ആന്തം പാട്ടാണ്. പക്ഷെ ഈ പാട്ട് ഞാൻ പാടിപ്പോ ആക്ച്വലി മിക്ക ഷോസിന് കമേഴ്ഷ്യൽ കേക്സിനൊക്കെ പാടുന്ന ഒരു പാട്ടാണ്. 10 singers, 50 musicians, എസ്പെഷ്യലി ഞാൻ ബോംബെയിലാണെങ്കിൽ അപ്പൊ അങ്ങനെയാണ് അവരുടെ തലയിൽ വീഴും. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ആലോചിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ അമ്മയ്ക്ക് വലിയ I always tell people, don't ask a singer who's their favorite singer or favorite artist. It's very difficult to answer. That's why we ask. മിഴികളിൽ എഴുതി സന്ധ്യകൾ പല നിറമൊന്നായി രാവുകൾ. നമ്മുടെ പാട്ടിനൊരു വെയിറ്റേജോ നമ്മുടെ മ്യൂസിക് ഇസ് അൺഫോർച്ചുനേറ്റ്ലി വാല്യൂഡ് ബൈ നമ്പേഴ്സ്. ലൈക്ക് ഇറ്റ്സ് എ ബിഗ് ബൂം. ലൈക്ക് നല്ല ഒരു ഓപ്പർച്യൂണിറ്റീസും നല്ലൊരു സ്പേസ് ഉള്ള ഫീൽഡാണ്. ഇപ്പൊ നമ്മൾ ഹനുമാൻ കൈൻഡ് തന്നെ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ. പസിഫിക് പറയുന്ന ഒരു കാര്യമാണ് പ്ലാൻ ബി ഉണ്ടാവരുത്. Unfortunately and unfortunately jiya jiya re jiya re jiya jiya re jiya re jiya jiya re jiya re jiya ho എന്താന്നറിയോ? പറ. അലയാൻ വാലിയാൻ വായി തനയ തൽപ്പത്തിലമരാൻ വാ. ഹായ് ഹലോ, ദിസ് ഇസ് ആഷിഖ്. യു വാച്ചിങ് സ്കൈലാർക്ക് പിക്ചേഴ്സ് എന്റർടൈൻമെന്റ്. ലോക എന്ന സിനിമ മലയാളികളെ ആകെ അഭിമാനം കൊള്ളിച്ചുകൊണ്ട് ഇപ്പോൾ വേൾഡ് റിനൗണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് അതിലെ ക്യൂൻ ഓഫ് ദ നൈറ്റ് എന്ന ട്രാക്കും ആ ഒരു സോങ്ങും. അത് നമുക്ക് സമ്മാനിച്ച സേബ ടോമിയാണ് എൻ്റെ ഒപ്പം. വെൽക്കം സേബ. Thank you. Hi, how are you? I'm good. How are you? Yeah, I'm super good. ശരിക്കും സേബയെ ഞാൻ ശ്രദ്ധിച്ച് തുടങ്ങുന്നത്, ഞാൻ കുറച്ച് റീൽസ് ഒക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ ആ ഒരു ഫസ്റ്റ് ട്രാക്ക് ഇല്ലേ, സോ അത് ദാറ്റ് ഹിറ്റ്സ് മീ ഹാർട്ട്. ആ ഒരു സംഭവം തിയേറ്ററിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആരായിരിക്കും. ഓഫ് കോഴ്സ് ബേബിജിനെ നമുക്കറിയാം, ബേബിജിന്റെ പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ദെൻ ഹു വാസ് ദാറ്റ് സിംഗർ ഹു സ്റ്റാർട്ടഡ് ദാറ്റ്? അത് ഭയങ്കര സെൻസേഷൻ ആയിരുന്നു ആ സമയത്ത്. ദെൻ ലോക ഇറങ്ങുമ്പോൾ ക്യൂൻ ഓഫ് ദ നൈറ്റ് എന്ന് പറയുന്ന ഒരു ട്രാക്ക് ലോകയെ പോലെ തന്നെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഹൗ ഡു യു ഫീൽ നൗ? ലോകയുടെ ഒരു സെൻസേഷൻ, ഈ ഒരു സക്സസ് എങ്ങനെയാണ് സേബ എന്ന സിംഗറെ ഹാപ്പി ആക്കുന്നത്? I feel good, a little overwhelmed but happy. പ്രതീക്ഷിച്ചില്ലൊട്ടും. കാരണം again ഒരു മലയാളം ഫിലിമിലെ ഇംഗ്ലീഷ് ട്രാക്കാണ്, ഫുള്ളി ഇംഗ്ലീഷ് സോങ്. സോ അതിന് ഇത്രയും റീച്ച് കിട്ടും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആൻഡ് ഐ തിങ്ക് ദിസ് വൺ കുറച്ചുകൂടി സ്പെഷ്യൽ ആണ് ബിക്കോസ് ഐ വാസ് ഏബിൾ ടു റൈറ്റ് ഇറ്റ് ഓൾസോ. സോ ലിറിക്സ് ഞാനാണ് ചെയ്തത്. Actually that was my second question, but by the way no worries. Yeah, so I think everything that also makes it a little bit more special. So I'm very happy. Yes. ഓക്കെ, ഞാൻ അതുകൊണ്ടാണ് ഈ എഴുത്ത് ശരിക്കും എത്രത്തോളാണ് ഒരു സോൾഫുള്ളി എത്രത്തോളം ഉണ്ട് എഴുത്തുള്ളിൽ? ഉണ്ട്. കാരണം ഞാൻ ചെറുപ്പം തൊട്ട് എഴുതാൻ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ ഞാൻ കുറച്ച് വായിക്കും തൊട്ട്, ചെറുപ്പം തൊട്ട് ഐ ഹാവ് ദ ഹാബിറ്റ് ഓഫ് റീഡിങ് ഓൾസോ. പിന്നെ ഞാൻ അങ്ങനെ ഐ നെവർ ടുക്ക് ഇറ്റ് വെരി സീരിയസ്ലി. പക്ഷേ അഗൈൻ ആസ് മൈ ലവ് ഫോർ മ്യൂസിക് പ്രോഗ്രസ്ഡ്, പിന്നെ ഞാൻ സ്കൂളിൽ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ലിറ്ററേച്ചറാണ് ചെയ്തത്, സേക്രഡ് ആർട്സിൽ നിന്ന്. അപ്പൊ ഞാൻ എഴുതുന്നുണ്ടായിരുന്നു കുറെ. പക്ഷേ ഫൈനലി എൻ്റെ ഓൺ സോങ്സ് ഒക്കെ എഴുതി ഇങ്ങനെ പുട്ട് ഔട്ട് ചെയ്തത് വാസ് ലാസ്റ്റ് ഇയർ. സോ അത് ചെയ്തപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി എൻ്റെ റൈറ്റിങ്ങിൽ കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടിയത്. ആൻഡ് ദെൻ നൗ ലോക കെയിം. സോ വേറൊരു പ്രോജക്റ്റിന് ആദ്യമായിട്ടാണ് ഞാൻ എഴുതി കൊടുക്കുന്നത്. കാരണം നമ്മൾ നമുക്ക് വേണ്ടി എഴുതുന്നതും വേറൊരു പ്രോജക്റ്റിന് വേണ്ടി എഴുതുന്നതും ഇസ് വെരി ഡിഫറെന്റ്. സോ യാ. അതെങ്ങനെയായിരുന്നു ശരിക്കും ജെക്സ് ബിജു എന്താണ് നറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? എഴുത്ത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? സോ ജേക്സൺ അറിയായിരുന്നു ഞാൻ എഴുതുന്നു. കാരണം നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ നിയോൺ റൈഡ് ട്രാക്കിന് ഇനിഷ്യലി ഒരു ഓൾട്ടർനേറ്റ് ഇംഗ്ലീഷ് വേർഷൻ പോലെ ഒരു ആലോചിച്ചായിരുന്നു. സോ അതിനിങ്ങനെ ഞാൻ ഇങ്ങനെ ചുമ്മാ എഴുതി ഒരു ഓപ്ഷൻ പോലെ കൊടുത്തായിരുന്നു. പക്ഷെ അൾട്ടിമേറ്റ്ലി ദേ ഡിഡ്ന്റ് എൻഡ് അപ്പ് യൂസിങ് ദാറ്റ്. ബട്ട് അതുപോലെ അറിയായിരുന്നു ഇംഗ്ലീഷ് എഴുതും എന്ന്. അപ്പൊ ഈ ട്രാക്കിന് ചോദിച്ചു ഇങ്ങനെ. അപ്പൊ ദ ഡയറക്ടർ കോൾഡ് ഡൊമിനിക്, ഹി ഗേവ് മി എ കോൾ ആൻഡ് മൊത്തം ഒരു ബ്രീഫ് തന്നു എന്താണ് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ അത് ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് റീല് കിട്ടി, കറക്റ്റ് ആ ഒരു വിഷ്വലിന്റെ റീല്. അപ്പൊ എല്ലാം കൂടി വന്നപ്പോ ഐ ഹാഡ് എ ബെറ്റർ പിക്ചർ. ഓക്കെ, ഞാൻ മുമ്പൊരു ടോക്കിൽ സെബ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.
ഒരു ടീച്ചറാണ് ശരിക്കും ഇതിനെ ഡിസ്കവർ ചെയ്യുന്നത്. ആദ്യമായി ഒരു സ്റ്റേജ് അവസരം തരുന്നു, അതിനുശേഷം ആ ടീച്ചറാണ് അപ്പൊ പാടുമ്പോഴാണ് ആക്ച്വലി ഉള്ളിലൊരു പാട്ടുകാരി ഉണ്ട് എന്ന് മനസ്സിലാകും. ഈവൻ അച്ഛൻ പാടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ബട്ട് എന്തായിരിക്കും അതിനുശേഷം തിരിച്ചറിഞ്ഞ ഒരു നമ്മളെ സോൾ ഡിസ്കവർ ചെയ്യാന്നൊക്കെ നമ്മൾ പറയാൻ വേണമെങ്കിൽ അല്ലെ, ഫിലോസഫിക്കലി. സോ വാട്ട് ഡു യു തിങ്ക്, എങ്ങനെയായിരിക്കും അത് സംഭവിച്ചിട്ടുണ്ടാവുക? In aspect of music or singing? Yes, music and singing both. സ്വയം ഡിസ്കവർ ചെയ്യുന്നതാണോ അതോ സ്വയം ഡിസ്കവർ ചെയ്തത്? See, I've known music and singing actually my whole life. I don't think ഞാൻ ഒരു ഹൈസ്കൂളിലൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഇതായിരുന്നു ചെയ്യണം എന്ന്. അതപ്പോൾ താങ്ക്ഫുള്ളി എനിക്ക് വീട്ടിൽ നിന്നും ആ സപ്പോർട്ടും ആ ഒരു പുഷ് ഉണ്ടായിരുന്നു ഫ്രം ദി ബിഗിനിങ്. സോ ഐ തിങ്ക് ഇറ്റ് വാസ് നോട്ട് എ സഡൻ പോയിന്റ് വെർ ഐ വാസ് ലൈക്ക് ഓക്കെ ഐ വോണ്ട് ടു സ്റ്റാർട്ട് സിംഗിങ് എന്നൊരിത്. ഐ always had it in me. So yeah, I think I will keep on doing it also. ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും like should I try something else, okay. or like ആൾക്കാർ ചോദിക്കും like is there something else you want to try, but I don't think so. Like it's very much who I am as a person. So yeah, I can't imagine doing anything else. So yeah, again, since very young I've known that I've wanted to do this. Okay. Yeah. ഒരു 17 വയസ്സുകാരിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ധൈര്യത്തെ പറ്റി നമുക്കൊരു അനാലിസിസ് ഉണ്ട്. ബട്ട് കർണാട്ടിക് മ്യൂസിക് പഠിച്ച അത് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ 17-ാം വയസ്സിൽ വെസ്റ്റേൺ മ്യൂസിക്കിൽ കൊച്ചിയിലൊരു നിശാ സംഗീതം ഒരുക്കുന്നു, ഒരുപാട് ആളുകളെ അത് ഇൻസ്പയർഡ് ആക്കുന്നു. സോ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ശരിക്കും? ആ ഒരു ധൈര്യവും ആ ഒരു അത് ചെയ്യാമെന്നുള്ള ഒരു ഊർജ്ജവും ഒക്കെ എവിടെ നിന്നായിരിക്കും? I think that actually was one of my first band performances. I was 17. എനിക്ക് ആക്ച്വലി നല്ല പേടി ഉണ്ടായിരുന്നു അന്ന്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അഗൈൻ ഐ ഹവ് കം ഫാർ. ഞാനിപ്പോ 24 now. ബാൻഡായിട്ട് ഇപ്പൊ കുറെ ആയി. പക്ഷെ അന്ന് എനിക്ക് ഐ സ്റ്റിൽ റിമെമ്പർ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു. ബിക്കോസ് ആ ഒരു സ്റ്റേജ് ഫിയർ അല്ല, ഇറ്റ്സ് ജസ്റ്റ് അബൌട്ട് ആ ഒരു പെർഫോമൻസ് ഒരു ബാൻഡായിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നതിന്റെ ഒരു ചെറിയൊരു അപ്രിഹെൻഷൻ പോലെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പണ്ട് തൊട്ടേ ലൈക്ക് എൻ്റെ ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരും പറയും ഓഫ് സ്റ്റേജ് ഞാൻ എങ്ങനെയാണോ ലൈക്ക് ഐ എം എ വെരി ഡിഫറെന്റ് പേഴ്സൺ വെൻ ഐ ഗോ ഓൺ സ്റ്റേജ്. ലൈക്ക് ആ ഒരു ഫിയർ ബ്ലോക്ക് ഔട്ട് ആയിട്ട് ഐ ജസ്റ്റ് എൻജോയ് മൈസെൽഫ് ഓൺ സ്റ്റേജ്. സോ ഐ തിങ്ക് ഈവൻ ദെൻ ഐ ഹാഡ് ദാറ്റ് ഇൻ മീ. You live in the stage, right? I'm very comfortable. Peace. Once I'm on stage, I am very chill. Okay. ഇത് സ്റ്റേജിൽ കേറുന്നതിന് മുമ്പല്ലേ ആ ഒരു ടെൻഷൻ ഉണ്ടോ, അല്ലെങ്കിൽ സ്റ്റേജിൽ കേറി കഴിയുമ്പോൾ ഓക്കെ then I come to my place? പണ്ടുണ്ടായിരുന്നു. ലൈക്ക് ഇപ്പൊ ഇല്ലാന്നല്ല, ഒട്ടും പേടിയില്ലാന്നല്ല, ഇച്ചിരി പേടിയുണ്ട്. പക്ഷെ നല്ലതാ എപ്പോഴും ഉണ്ടാവണം ഇച്ചിരി. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി ലൈക്ക് റിലാക്സ്ഡ് ഓർ കംഫർട്ടബിൾ. കാരണം ചെയ്ത് കുറച്ചൊരു കംഫർട്ട് പോലെ ആയി. ലൈക്ക് ഐ നോ വാട്ട് വർക്ക്സ് വാട്ട് ഡസന്റ്. ബട്ട് യാ പണ്ടുണ്ടായിരുന്നു, കുറച്ചുകൂടി ഉണ്ടായിരുന്നു. ഞാൻ അനങ്ങത്തില്ല, ഇങ്ങനെ നിന്ന് പാടുന്നൊരു. പക്ഷെ ആ 17-ാം വയസ്സിൽ അത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല അത് സ്റ്റേജിനെ തന്നെ ഓൺ ചെയ്യുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു. അത് ഇന്നു മുന്നേ. അതെ. ബട്ട് യാ ഇറ്റ് വാസ് യാ താങ്ക്ഫുള്ളി. ഓക്കേ ഗ്രേറ്റ്. ദെൻ ജെക്സ് ബിജോ എന്നുള്ള പേര് എനിക്ക് തോന്നുന്നു 3-4 സിനിമകൾ അല്ലേ? 3 സിനിമകൾ എന്തായാലും ഉണ്ടാവും. ഓഫീസ് 4 കൽക്കി. യെസ്, കൽക്കി ഓൾസോ. യാ ഓക്കേ 4. സോ ഈ 4 മൂവീസിലും സെബെ സ്വാഭാവികമായി അദ്ദേഹം തെരഞ്ഞെടുത്തു. എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ വൈ എന്ന്? അങ്ങനെ കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ടോ സാറായിട്ട്? വൈ എന്ന് ഞാൻ ആക്ച്വലി ആലോചിച്ചിട്ടില്ല. ബിക്കോസ് ഐ നോ ഹീസ് എ പേഴ്സൺ ഹൂ വിൽ ഓൺലി കോൾ മീ ഇഫ് ഹി തിങ്സ് മൈ വോയിസ് ഇസ് റൈറ്റ് ഫോർ എ പർട്ടിക്കുലർ പ്രോജക്റ്റ്. അപ്പൊ വൈ ഒട്ടും അങ്ങനെ ആലോചിച്ചിട്ടില്ല. ഞാൻ ആലോചിക്കുമ്പോൾ I always have this in the back of my mind like okay എൻ്റെ വോയിസ് സൂട്ട് ചെയ്യുന്ന എന്തെങ്കിലും പ്രോജക്റ്റോ സോങ് ആയിരിക്കും എന്നൊരിതുണ്ടായിരുന്നു. ഓക്കെ. ലോകയ്ക്ക് ശേഷം ശരിക്കും ലൈഫിൽ വന്നൊരു മാറ്റങ്ങൾ എന്താണ്? ഞാൻ ഇപ്പോൾ ജബയുടെ യൂട്യൂബ് ചാനലൊക്കെ നോക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അത്രയും ആളുകൾക്ക് ലോക സ്പെഷ്യലാണ്, ക്യൂൻ ഓഫ് ദ നൈറ്റ് സ്പെഷ്യലാണ്. അപ്പൊ ആളുകൾ ഒരുപാടായി ഇതാരാ പാടിയത് എന്ന് തിരക്കി വരുമ്പോൾ യാ വി നോ ദിസ് ഗേൾ ബിഫോർ. പക്ഷെ ആ ഒരു ലോകയ്ക്ക് ശേഷമുള്ള ഒരു ലൈഫ് ഇപ്പൊ എങ്ങനെയാണ്? എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടോ? Yeah, 100%. ആസ് ഇൻ ആൾക്കാർ കുറച്ചുകൂടി ഭയങ്കരമായിട്ട് റിസെപ്റ്റീവ് ആയി. ആൻഡ് കുറെ പേര് വന്ന് പറഞ്ഞു ലൈക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് എനിക്ക് കുറച്ചുകൂടി ഒരു സ്പെഷ്യൽ ആയെന്ന് തോന്നിയെന്ന് വെച്ചാൽ ആൾക്കാർ ആക്ച്വലി ഭയങ്കര ഇൻഡെപ്ത് ആയിട്ട് ആ ലിറിക്സ് ഒക്കെ അനലൈസ് ചെയ്യുന്നുണ്ട്, വിച്ച് ഐ ഡിഡ്ന്റ് എക്സ്പെക്ട്. ലൈക്ക് ഫോർ എ ലിറിസിസ്റ്റ് ഓർ സമ്മൺ ഹൂ റൈറ്റ്സ് എ സോങ് ദാറ്റ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ബെസ്റ്റ് തിങ്സ് യു കെൻ ഗെറ്റ്. സോ ഓരോ ചില ലൈൻസ് ഇങ്ങനെ പിക്ക് ഔട്ട് ചെയ്തിട്ട് ആൾക്കാർ ദിസ് ലൈൻ വാസ് റിയലി നൈസ്, ദിസ് ഇസ് ദ മീനിങ് ഓഫ് ദാറ്റ് ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട്. സോ ഐ തിങ്ക് ദാറ്റ് വാസ് വെരി സ്പെഷ്യൽ ടു മീ. ബട്ട് ലൈഫ് ചേഞ്ച് എന്ന രീതിയിൽ I still know I have a long way to go. I have a long way ahead. So I don't think I would let this get to my head. Like I have a long way to go. But yeah, I'm very, very happy and very grateful. Great.
കർണാട്ടിക് മ്യൂസിക് ആണ് പഠിച്ചത്, വെസ്റ്റേൺ മ്യൂസിക് പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു പഠിച്ചു, മോസ്റ്റ്ലി സെൽഫ് ടോട്ട്, ബട്ട് ഐ ഡിഡ് മൈ പഠിച്ച ഗ്രേഡ് എക്സാംസ് ഒക്കെ ചെയ്തായിരുന്നു. അങ്ങനെയാണല്ലോ ആ ഒരു യൂണിവേഴ്സിറ്റി ഒരു അവാർഡ് കിട്ടുന്നത്, ലണ്ടൻ യൂണിവേഴ്സിറ്റി. അതിനെ പറ്റി ഒന്ന് പറയോ, എന്താണ് ആ യൂണിവേഴ്സിറ്റി ശരിക്കും, എങ്ങനെയാണ് അവാർഡ്? അത് ട്രിനിറ്റി ഗ്രേഡ് എക്സാംസ് ആണ്. അത് നമ്മളൊരു ക്വാളിഫിക്കേഷൻ പോലെ എക്സ്ട്രാ ചെയ്യുന്ന രീതിയിൽ. അപ്പം നമ്മൾ വെസ്റ്റേൺ റോക്ക് ആൻഡ് പോപ്പും വെസ്റ്റേൺ ക്ലാസിക്കലിന്റെയും ഞാൻ 6 and 8 ഗ്രേഡ് എക്സാംസ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു കൊളീജിയറ്റ് യൂണിവേഴ്സിറ്റി ലെവൽ എനിക്ക് അവാർഡ് ടൈപ്പ് കിട്ടിയത് എനിക്ക് ഏറ്റവും ഒരു ഇത് മറ്റേ നമ്മുടെ കലോത്സവം ഇന്റർ യൂണിവേഴ്സിറ്റി നാഷണൽ ലെവൽ സോളോ വെസ്റ്റേൺ ഫസ്റ്റ് കിട്ടിയായിരുന്നു. ഐ തിങ്ക് ദാറ്റ് വാസ് പ്രോബബ്ലി എൻ്റെ ഒരു ഹാപ്പിയസ്റ്റ് ഒരു മൈൽസ്റ്റോൺ. ഒരു മൈൽസ്റ്റോൺ 100%. ഇപ്പൊ സേബ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു സിംഗർക്ക്, ഒരു പാട്ടുകാരിക്ക് പാടാൻ ഇഷ്ടപ്പെട്ട സോങ്ങുകളിൽ ഒരു ജോണർ ഉണ്ടാവും, അതുപോലെ തന്നെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജോണർ ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. സോ എങ്ങനെയാണ് ശരിക്കും കേൾക്കാൻ ആഗ്രഹമുള്ള പാട്ടുകൾ, എന്ത് തരത്തിലുള്ള പാട്ടുകളാണ്? ഞാൻ കുറെ ലിസൺ ടു ലോട്ട് ഓഫ് റാൻഡം സ്റ്റഫ്. I try not to stick to only one type of music. അപ്പൊ എനിക്ക് കുറെ ഈ ഓൾട്ടർനേറ്റീവ് ടൈപ്പ് മ്യൂസിക് ഇഷ്ടാ. പോപ്പ് മ്യൂസിക് ഓൾസോ ഐ ഡു ലിസൺ. ഇടയ്ക്ക് ഞാൻ കുറച്ച് പഴയ റോക്ക് ഒക്കെ കേൾക്കാൻ തുടങ്ങി, ഇംഗ്ലീഷ് റോക്ക്. പിന്നെ ഞാനിപ്പോ കർണാട്ടിക് പഠിക്കുന്ന ആളാണ്, അപ്പൊ ഞാൻ ഈവൻ ഹിന്ദുസ്ഥാനി കുറച്ചിടയ്ക്ക് ഗസൽസ് ഒക്കെ കേൾക്കാൻ നോക്കും. പിന്നെ മലയാളം പാട്ട് ഞാൻ പണ്ടൊട്ടേ കേൾക്കുന്ന ഒരാളാണ്, അപ്പൊ അത് ഐ എം സ്റ്റിൽ ഓൾവേസ് ലിസണിങ് ടു മലയാളം. സോ ഐ ട്രൈ ടു കീപ്പ് എ ഡൈവേഴ്സ് ലിസണിങ് പ്രൊഫൈൽ. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം എന്താണെന്നറിയോ, ഗേൾ ഹൗ ക്യാൻ യു ബി ദിസ് മച്ച് വെർസറ്റൈൽ? എങ്ങനെയാണ് ഇത്തരം, കാരണം ചില ആളുകൾക്ക് ഓഫ് കോഴ്സ് മ്യൂസിക് ടേസ്റ്റുകൾ മൂഡ് അനുസരിച്ച് മാറുന്ന കണ്ടിട്ടുണ്ട്, പക്ഷെ കർണാട്ടിക് മ്യൂസിക് എന്ന് പറയുമ്പോൾ തന്നെ ഒരു അഡാപ്റ്റേഷൻ ഉണ്ട്, കൾച്ചറിന്റെ അഡാപ്റ്റേഷൻ ഉണ്ട് അവിടെ. നമ്മൾ ഒരുപാട് സാംസ്കാരികമായ ഇറ്റ്സ് എ ട്രഡീഷണൽ തിങ്. വെസ്റ്റേൺ ഇറ്റ്സ് ഔട്ട് ഓഫ് ദി ബോക്സ് പരിപാടിയാണ് അല്ലെ? അത് രണ്ട് പരിപാടിയെ എങ്ങനെയാണ് ഇങ്ങനെ ഒരുപോലെ കൊണ്ടു നടക്കുന്നത്? അതൊരു കോൺഷ്യസ് ഡിസിഷൻ ആയിട്ട് അങ്ങനെ വന്നത്. ഐ തിങ്ക് ദാറ്റ്സ് വൺ റീസൺ. കാരണം എനിക്ക് വെസ്റ്റേണിലോട്ടുള്ള ഒരു ഷിഫ്റ്റ് വാസ് പ്രിറ്റി നാച്ചുറൽ. ഞാൻ അങ്ങനെ കോൺഷ്യസ് ആയിട്ട് എടുത്തൊരു ഇതല്ലായിരുന്നു. അതെ, വീട്ടിലെ ചേച്ചി കുറെ ഇങ്ങനെ പ്ലേ ചെയ്ത് പോപ്പ് മ്യൂസിക് ഒരു സമയത്ത് കുറെ പ്ലേ ചെയ്ത് ഇങ്ങനെ കേട്ട് പഠിച്ചു വന്നതാണ്. പക്ഷേ ഐ മീൻ കർണാട്ടിക് പഠിച്ചതിന്റെ ടെക്നീക്ക് ഹാസ് 100% ഹെൽപ്ഡ് മീ ഇൻ വെസ്റ്റേൺ പാടുന്നതിന്റെ ഒരു കൺട്രോളും നല്ല ഒരു ആ ഒരു ബേസ് 100% has helped. So for me, what I do is I try to keep the two separate, but at the same time ചില സിറ്റുവേഷൻസിൽ നമ്മൾ അതിൻ്റെ ഒരു ബ്ലെൻഡ് കൊണ്ടുവരും. അത് ആ ബ്ലെൻഡ് കറക്റ്റ് ആയിട്ട് വരണം, അത്രേ ഉള്ളൂ. ഓക്കെ. ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ആ ഒരു 5th സ്റ്റാൻഡേർഡിലൊക്കെ ചിലപ്പോൾ ഒരു ടീച്ചർ ആവാൻ ആഗ്രഹിച്ചൊരു കുട്ടി പാട്ട് തന്റെ ഡെസ്റ്റിനി ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം എപ്പോഴെങ്കിലും ഒരു പ്ലാൻ ബി ആലോചിച്ചിട്ടുണ്ടോ? ആക്ച്വലി സ്കൂൾ കഴിഞ്ഞിട്ട് എനിക്ക് ബർക്ക്ലിയിൽ പഠിക്കണം എന്നൊരു ഇതുണ്ടായിരുന്നു. ബട്ട് മൈ മോം വാണ്ടഡ് മീ ടു ഡു ലൈക്ക് എ ഡിഗ്രി ബിഫോർ ഐ വെന്റ് അബ്രോഡ് ഓർ സംതിങ്. എല്ലാ അമ്മമാരും അങ്ങനെയാണ്. ആൻഡ് ദാറ്റ്സ് ഹൗ ഐ എൻഡഡ് അപ്പ് അറ്റ് തേവര ആൻഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ചെയ്തിട്ടാണ്. പിന്നെ ബർക്ക്ലി ജസ്റ്റ് ഡിഡ്ന്റ് എൻഡ് അപ്പ് ഹാപ്പനിങ്. എനിക്ക് ആപ്ലിക്കേഷനും അഡ്മിഷനൊക്കെ കിട്ടി, ബട്ട് ദെൻ ഐ എൻഡഡ് അപ്പ് മൂവിങ് ടു ബോംബെ. സോ ഐ തിങ്ക് ലൈഫ് ഹാസ് ഇറ്റ്സ് ഓൺ വേ ഓഫ് happening and plan B പോലെ അങ്ങനെ ആലോചിച്ചിട്ടില്ല. എനിക്ക് പണ്ടൊട്ടേ മ്യൂസിക് ചെയ്യണം എന്നായിരുന്നു. ആസിഫ് ക പറഞ്ഞൊരു കാര്യമുണ്ട്, ആസിഫ് അലി പറയുന്നതുണ്ട്, നമ്മൾ എപ്പോഴെങ്കിലും അദ്ദേഹത്തെ കാണുമ്പോൾ സംസാരിക്കുന്ന സമയത്ത് ചോദിക്കും ആസിഫ് ക അങ്ങനെ ആയിരുന്നെങ്കിൽ, നമ്മളിപ്പോ എല്ലാവരോടും ചോദിക്കുന്നത് ആസിഫ് ക പറയുന്ന ഒരു കാര്യമാണ്, പ്ലാൻ ബി ഉണ്ടാവരുത്. പ്ലാൻ ബി ഉണ്ടെങ്കിൽ we have alternative options. പ്ലാൻ ബി ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഇതുണ്ടല്ലോ, അപ്പൊ കൈൻഡ് ഓഫ് ആ ഒരു when you go all in on something is when you have that. You have only one plan, you should be there. We will be there. ഇനിയിപ്പോ ഞാൻ എപ്പോഴും ചോദിക്കണം, എപ്പോഴെങ്കിലും കാണുമ്പോൾ ചോദിക്കണം എന്ന് ആഗ്രഹിച്ച കാര്യമാണ് തെലുങ്ക്, തമിഴ്, അതുപോലെ തന്നെ മലയാളം. ഓൾമോസ്റ്റ് ഒരു 25 ഫിലിംസിൽ ഇപ്പോൾ അഭിനയിച്ചു കഴിഞ്ഞു, സോറി പാടിക്കഴിഞ്ഞു. അപ്പോൾ ഇതിനൊക്കെ ഒരു കൾച്ചറൽ ഒരു സ്പെക്ട്രം ഉണ്ട്, അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ഡെഫിനിഷൻ ഉണ്ടാവാറുണ്ട് പാട്ടിനും, എസ്പെഷ്യലി ലിറിക്സിനും ഒക്കെ, അതിന്റെ ടോണിനൊക്കെ. അപ്പൊ ഇതെങ്ങനെയാണ് ശരിക്കും മനസ്സിലാക്കി എടുക്കുന്നത്? ഇത് എങ്ങനെയാണ് കൺട്രോളബിൾ ആയി കൊണ്ടുവരുന്നത്? ഫിലിം നമ്മൾ പ്ലേ ബാക്ക് ചെയ്യുമ്പോൾ there anyways always be one person to handle the pronunciation and everything. ഒരാൾ ഉണ്ടാവണം. കാരണം എനിക്ക് തോന്നുന്നു നമുക്ക് മലയാളികളായത് കാരണം നമ്മുടെ ലാംഗ്വേജ് ഇസ് വെരി ഡിഫിക്കൾട്ട്. അപ്പൊ ഐ തിങ്ക് നോയിങ് മലയാളം ഇറ്റ്സ് മച്ച് ഈസിയർ ടു അഡാപ്റ്റ് ആൻഡ് ട്രൈ അതർ ലാംഗ്വേജസ്. സോ ഇപ്പൊ എനിക്ക് ആ തെലുങ്കിലും തമിഴും അങ്ങനെ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല ആസ് എ ലാംഗ്വേജ്, ബിക്കോസ് ഇറ്റ്സ് പ്രിറ്റി അഡാപ്റ്റബിൾ ഇൻ ടേംസ് ഓഫ് ദ അതർ ലാംഗ്വേജസ്.
ബട്ട് യാ നാവിഗേറ്റ് യൂഷ്വലി എല്ലാത്തിനും അവര് ആദ്യം കോണ്ടെക്സ്റ്റ് തരും വാട്ട് ദ സോങ് ഇസ് അബൌട്ട്. നമുക്ക് ഭാഷ അറിയത്തില്ലെങ്കിലും നമ്മൾ ആദ്യം എന്താണ് പാട്ട് എന്തിനെ പറ്റിയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇമോഷൻ കൺവേ ചെയ്യും. എന്നിട്ടാണ് നമ്മൾ എപ്പോഴും അറ്റംപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ജോണർ ഉണ്ടോ? ഐ മീൻ പാടാനായിട്ട് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ജോണർ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടോ? എനിക്കോ? ആ അങ്ങനെ ഇപ്പൊ ആസ് ഓഫ് നൗ ഇല്ല. ഞാൻ അങ്ങനെ ജനറലി ഇഫ് ദർ ഇസ് എ ജോണർ ഓർ സംതിങ് ഐ വോണ്ട് ടു ട്രൈ, ഞാൻ അങ്ങനെ ഹോൾഡ് ബാക്ക് ചെയ്യാത്ത ഒരാളാണ്. അപ്പൊ തന്നെ അതാ ട്രൈ ചെയ്യും, അറ്റംപ്റ്റ് ചെയ്യും, അത് ഏറ്റെങ്കിൽ ഏറ്റു. ബട്ട് ഐ യൂഷ്വലി ഗോ ട്രൈ ഇറ്റ്. അപ്പൊ അങ്ങനെ ഞാൻ ഹോൾഡ് ബാക്ക് ചെയ്യാറില്ല യൂഷ്വലി. സോ യാ, ഇഫ് ദർ ഇസ് സംതിങ് യു വിൽ സീ ഇറ്റ്. ആക്ടേഴ്സ് ഒക്കെ എപ്പോഴും നേരിടുന്ന ഒരു പ്രശ്നമുണ്ട്, അതായത് ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് തന്നെ പറയാം. നോർമലി ആളുകളെ വില്ലനായിട്ട് അഭിനയിച്ച ആളുകളൊക്കെ വില്ലനായിട്ട്, അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നു വെൻ ഇറ്റ് കംസ് ടു സിംഗിങ് ആൻഡ് സോങ്സ്. കുറച്ച് ആളുകളെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യും. സോ ദിസ് ലേഡി ഈസ് ഫോർ ദിസ്, അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ ഫീൽ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക്, കാരണം ഞാൻ സേബയുടെ കവേഴ്സ് കാണാറുണ്ട്, വളരെ മനോഹരമായി മലയാളം മെലഡീസ് താങ്കൾ പാടാറുണ്ട്, അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു പ്രൊഫഷണൽ, you are selected for these kind of things, these kind of songs. You're right. So what do you think about that? It is true. Unfortunately, it does happen also because അതാണ് എൻ്റെ ഒരു വെസ്റ്റേൺ എലിമെന്റോ, ദ ഫാക്ട് ദാറ്റ് ഐ ഡു സിംഗ് വെസ്റ്റേൺ, ഈ ഒരു ഇൻഡസ്ട്രിയിലോ ഈ ഒരു ഏരിയയിൽ സംടൈംസ് മൈറ്റ് ബി ലിറ്റിൽ ബിറ്റ് ഓഫ് എ നോവൽറ്റി, അല്ലെങ്കിൽ കുറച്ച് നീഷായിരിക്കും. അപ്പം നമുക്ക് അങ്ങനത്തെ ടൈപ്പ് പ്രോജക്ട്സ് കുറച്ച് കൂടുതൽ കിട്ടാൻ ഒരു ചാൻസും ഉണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം അതാ ലൈക്ക് എൻ്റെ ആ ഒരു കർണാട്ടിക്കിന്റെ ബാക്ക്ഗ്രൗണ്ടോ ലൈക്ക് മലയാളം പാട്ട് പാടി വളർന്നതിന്റെ ബാക്ക്ഗ്രൗണ്ടോ പാടിയിട്ടുള്ള സോങ്സിന്റെ ആ ഒരു അറിവ് കുറച്ച് കുറവാണ്. സോ ഐ പേഴ്സണലി ഡു obviously feel that because I'm somebody who I'm always on board to try different things when it comes to singing. So yeah, I hope that slowly changes a little bit. Okay, അപ്പോൾ 25 സോങ്സ് പ്ലേബാക്ക് സിംഗ് ചെയ്തു സിനിമയിൽ. അപ്പോൾ ഒരു കമ്പോസർ സിംഗർ കോംബോ ഇല്ലേ, ഒരു റാപ്പോ, സോ ഇത് എങ്ങനെ ആയിരിക്കണം എന്നാണ് മനസ്സിലാക്കുന്നത്? See, I think a good music director is someone who can convey very clearly what he wants in a song. കാരണം മിക്ക സമയത്ത് ഒരു സിംഗർ ബൂത്തിലാണെങ്കിൽ a song will finish quicker the more clearer clarity ഒരു മ്യൂസിക് ഡയറക്ടർ ഒരു സാധനം ഒരു കൺവേ ചെയ്ത് പറയാം. കാരണം എനിക്ക് എപ്പോഴും അത് തോന്നിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് ഗോവിന്ദ് വസ്തു ഞാൻ പാടുന്നത് തെലുങ്ക് തമിഴ് ഞാൻ ചേട്ടനാ പാടിയിട്ടില്ല. He's very clear, he's very quick with his stuff, he knows what he wants, very clear. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ടൈപ്പ് സാധനങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു തെലുങ്ക് പാടത്തിലാന്ന് തോന്നുന്നു, ഞാൻ പാടിയതിന്റെ തൊട്ട് താഴെ ഒരു ലെയർ, ഓൾ ഹി ടോൾഡ് മീ വാസ് ടു ജസ്റ്റ് ബ്രീത്ത് ഇൻടു ദ മൈക്ക്, ഇൻ ആൻഡ് ഔട്ട് ജസ്റ്റ് ബ്രീത്ത്, ശ്വാസം എടുക്കുക വിടാ. അത് പുള്ളി ട്രാക്ക് ചെയ്തിട്ട് ചെറിയൊരു മിനിമൽ ബെഡ് ഒരു ലെയർ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇൻ ദ സോങ്, ആൻഡ് ഇറ്റ് ആക്ച്വലി സൗണ്ട്സ് മച്ച് ബെറ്റർ. So I'm very it's very interesting to me when like directors have many new ideas like this. But yeah, that's what so അങ്ങനത്തെ കാര്യങ്ങളൊക്കെ very much is like interesting to me. അങ്ങനെ ഗോവിന്ദ് സാറിനെ പോലെ ഇതുപോലെ വിസ്മയിപ്പിച്ച മറ്റൊരു മ്യൂസിക് ഡയറക്ടർ ആരാ വർക്ക് ചെയ്തല്ലേ? I think even Jake Satin for that matter, yeah. And he's also നല്ലൊരു ക്ലാരിറ്റി ഉള്ള ആളാ. കാരണം പുള്ളിക്ക് അറിയാം ലൈക്ക് എനിക്ക് എന്തൊക്കെ ചെയ്യാം എന്ന്. സോ ഫോർ എക്സാമ്പിൾ ഈവൻ ക്വീൻ ഓഫ് ദ നൈറ്റ് ഫസ്റ്റ് വേഴ്സ് ഞാൻ ആദ്യം ട്രാക്ക് ചെയ്ത വേർഷൻ ഓർ ടെക്സ്ചർ വെച്ച് കുറച്ച് മാറ്റി എന്നെ കുറച്ചൊരു പ്ലെയിൻ സിമ്പിൾ ആക്കിയിട്ടാണ് പഠിച്ചത്. ബട്ട് ദാറ്റ് സൂട്ട്സ് ദ സോങ് മോർ. അതാണ്. സോ ദേ നോ വാട്ട് ദേ വാണ്ട്. അതാണ്. ക്വീൻ ഓഫ് ദ നൈറ്റ് എന്നുള്ള ഹുക്ക് ഫ്രം യുവർ സൈഡ്, ആ ഹുക്കും ഫ്രം യുവർ സൈഡ്, റൈറ്റ്? ക്വീൻ ഓഫ് ദ നൈറ്റ്. the whole ഓക്കേ ഫൈൻ. ഇപ്പോൾ മ്യൂസിക്കിൽ ശരിക്കും ഒരു ഇൻസ്പിറേഷനായി തോന്നിയ ഒരു കലാകാരൻ ആരാണ് ഗ്ലോബലി ഓർ അവർ ഇൻഡസ്ട്രി? കുറേ ഉണ്ട്. എന്നാലും ഒരാളെ പറയാൻ പറഞ്ഞ ആരായിരിക്കും? I'm not that much into music, but I just ask. I mean, I think Adele ഞാൻ ചെറുപ്പം തൊട്ട് ഞാൻ വെസ്റ്റേണിൽ കയറി വന്ന സമയത്ത് ഭയങ്കരമായിട്ട്, because she's someone other than being a vocally such a big artist, her songs like in terms of the emotions it conveys, the writing, like overall she's just amazing. Yeah, so she's someone I look up to. Okay, great.
ഒരു പ്ലേ ബാക്ക് സിംഗർ എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ഒരുപാട് കോമ്പറ്റീഷൻസ് ഉള്ള മേഖല കൂടിയാണ്. സിനിമ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. ഒരുപാട് ആളുകൾ കോമ്പറ്റീഷൻസ് ത്രൂ സിനിമയിലേക്ക് വരുന്നുണ്ട്. സംഗീതം പഠിച്ചവരുണ്ട്, പഠിക്കാത്തവരുണ്ട്. സോ ഇത് എത്രത്തോളം ചലഞ്ചിങ് ആണ് ഒരു ബീങ് എ പ്ലേ ബാക്ക് സിംഗർ എന്നുള്ളത്? വെരി മച്ച് ഇസ്. ഞാനിപ്പോ കഴിഞ്ഞ 3-4 വർഷമായിട്ട് മുംബൈയിലുമാണ്. ഇറ്റ്സ് ലൈക്ക് 10 times more competitive in Mumbai than compared to here. So I know what you're talking about. But Adan, I think as a singer, you have to find out what you're good at and kind of find what makes you stand out. That's what works. കാരണം നമ്മളിപ്പോൾ കുറച്ച് നമ്മൾ എസ്പെഷ്യലി ഇവിടുത്തെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഒരു പാറ്റേൺ ഒരു ടൈപ്പ് വോയിസ് ഫോളോ ചെയ്ത് പോവാണെങ്കിൽ യു വിൽ ജസ്റ്റ് ബി വൺ അമംഗ് 50. ലൈക്ക് സേ ടേക്ക് എൻ എക്സാമ്പിൾ, there's only one Shreya Ghoshal. Yes, there will only be one Shreya Ghoshal ever. And if you try to mimic her and if you try to make yourself sound like her, you will just be one among another 50, 100 ഇതുപോലത്തെ സിംഗേഴ്സ്. സോ ഞാൻ പറയുന്ന ഓരോ വോയിസിന് ഓരോ ടെക്സ്ചർ ഉണ്ട്. ഓരോ വോയിസ് ഇസ് വെരി മച്ച് യൂണീക്ക്. അതിൻ്റെതായ ടെക്സ്ചേഴ്സും മാനറിസംസും എല്ലാം ഉണ്ട്. Find that, and I think you should really make use of that, is what I think. Yeah, even I have noticed also that many people imitate or mimic. Yeah. In even competitions, I noticed that. Okay, what music has taught you? Taught you? എന്താണ് സംഗീതം പഠിപ്പിച്ചത് ജീവിതത്തിൽ? അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചിലപ്പോൾ ആളുകൾ പറയണ്ട എന്നെ സിനിമ പഠിപ്പിച്ച കാര്യം ഇതാണ്, കഥകൾ പഠിപ്പിച്ചത് ഇതാണ്. See, I think for me, music has really been an outlet to express myself. It's kind of like എനിക്ക് ഒരു situation where I'm feeling like emotionally a little confused, frustrated, any emotion or feeling, I have found music to be the best way to really അത് ചാനൽ ചെയ്യാൻ. അത് കേൾക്കാം, അല്ലെങ്കിൽ നമ്മൾ എഴുതാ, പാടാനും ലൈക്ക് singing is also a form of expression. But I think for me personally, music has been that for me, and I think it'll always be that. Yeah, I mean, it has taught me to really value art and how important art is, and kind of like just respect what I do as much as this thing. I know other people also need to like learn that art in itself is I know it's a profession, but to me it's more than a profession. It's become much more than just a career. It's a life. A profession. It is a life, yeah. It's a life. Yeah. Okay. എപ്പോഴെങ്കിലും ലൈഫിൽ ഒരു സ്റ്റക്ക് മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ? ഒരു ബ്ലാങ്ക് ആയി പോയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും അല്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അതൊരു ഏത് ആർട്ടിസ്റ്റ് ആണെങ്കിലും ഉണ്ടാവും. യു ആസ്ക് എനി വൺ ഫോർ ദാറ്റ് മാറ്റർ. ഐ ഡോണ്ട് തിങ്ക് എനി ആർട്ടിസ്റ്റ്, someone who's doing art as their career, I don't think ആർക്കും അങ്ങനെ ഒരു has everything figured out. ബിക്കോസ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും ഒരു ഉറപ്പില്ലാത്തൊരു ഇതാണ്, ഫീൽഡാണ്. നമുക്കൊരു മന്ത്ലി ഒരു സെക്യൂരിറ്റി അത്രയും ഇല്ലാത്തൊരു ഫീൽഡാണ് നമ്മൾ ആസ് എൻ ആർട്ട്, വെൻ യു ഡു ആർട്ട് ആസ് എ കരിയർ. സോ ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ലൈക്ക് നമുക്കൊരു കൺഫ്യൂഷൻസ് ഓർ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് ഉണ്ടാവാം. ലൈക്ക് ഇതാണോ, ലൈക്ക് ഓക്കെ ഇനി എന്താണ് ചെയ്യേണ്ടത്, എസ്പെഷ്യലി ഇഫ് യു ആർ ക്രിയേറ്റിംഗ്. സോ എൻ്റെ ആസ്പെക്റ്റിൽ ഞാൻ എഴുതും, കമ്പോസ് ചെയ്യാനും നോക്കും. അപ്പം നമ്മൾ എപ്പോൾ വന്ന് എഴുതാനിരിക്കാനും എപ്പോഴും വരണമെന്നും ഇല്ല. ലൈക്ക് യു കാൻ ഓൾവേസ് ബി ഇൻസ്പയർഡ് ആൻഡ് ലൈക്ക് ബി ഏബിൾ ടു റൈറ്റ് എവറി ടൈം യു നോ സിറ്റ് ഡൗൺ. സോ അങ്ങനെ കുറേ മൊമെന്റ്സ് ഉണ്ട്, ലൈക്ക് ക്രിയേറ്റീവ്ലി കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന കുറച്ച് സമയങ്ങൾ. അപ്പോൾ ഐ ട്രൈ ടു ലൈക്ക് ജസ്റ്റ് റെഗുലേറ്റ് മൈസെൽഫ് ആൻഡ് ഫൈൻഡ് മൈ വേ ബാക്ക് ടു ഇറ്റ്. ഈ വായനയും എഴുത്തും ഒക്കെ സംഗീതമായിട്ട് മാത്രം ബേസ് ചെയ്തിട്ടുള്ളതാണോ, അതോ നോർമലി എല്ലാ തരം വായനകളും ഉണ്ടോ? നോർമലി എനിക്ക് വായിക്കാൻ ജനറലി ഇഷ്ടമാണ്. എൻ്റെ അച്ഛൻ ചെറുപ്പം തൊട്ട് ആ ഒരു ഹാബിറ്റ് എൻ്റെയും ചേച്ചിയിലും കൾട്ടിവേറ്റ് ചെയ്തായിരുന്നു. സോ ജനറലി വി ലൈക്ക് ടു റീഡ്. ഓക്കെ, അച്ഛനായിട്ടുള്ളൊരു മ്യൂസിക് പരിപാടീസ് എപ്പോഴെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും? ഞങ്ങൾ ആക്ച്വലി ചെറുപ്പം തൊട്ട് ഇങ്ങനെ സ്റ്റേജില് ഡ്യൂറ്റ് ഒക്കെ പാടുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ അല്ല എപ്പോഴെങ്കിലും ഒരു കവറോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം? ആക്ച്വലി വൈ നോട്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് നമ്മൾ ആ ഒരു കോൺവെർസേഷനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഐസ് ബ്രേക്കിംഗ് ആക്ച്വലി ആവശ്യമാണ്. എനിക്ക് ഏത് പാട്ടാ ഇപ്പൊ ഒന്ന് പാടിത്തരാം? എനിക്ക് ലോകയിലെ ആ പാട്ട് പാടിത്തരും? You can try but you'll never know. Live like this and to never show. Roots that never hold, never grow.
I'm running out of places to go. Queen of the night, there's no savior in sight. Futile is the fight in the prison of my life. Now it's just another day and another place. Now it's just another day and another place. Wow. Superb. Thank you. നമ്മൾ എപ്പോഴും പ്ലേ ബാക്ക് സിംഗിങ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പോർട്ട്ഫോളിയോ കാണുന്ന സമയത്ത് കണ്ടതാണ് ഒരു ആഡ് ജിംഗിൾസ്. അത് എത്ര എങ്ങനെയാണ് ഇത് തമ്മിലൊരു ഡിഫറൻസും മറ്റേത് എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത്, അതിന്റെ ക്രിയേറ്റീവ് സൈഡ് ഒക്കെ എങ്ങനെയാണ്? നല്ല ഡിഫറൻസ് ഉണ്ട്. ബിക്കോസ് പേഴ്സണലി അഡ്വർടൈസ്മെന്റ് ആൻഡ് ജിംഗിൾസ് ഞാനൊരു ആർട്ടിസ്റ്റ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ല. ദാറ്റ് ഈസ് വെരി കമേഴ്ഷ്യൽ സൈഡ് ഓഫ് തിങ്സ്. സംടൈംസ് ദ പ്രോസസ് ഇസ് ഫൺ, സംടൈംസ് ഇറ്റ്സ് എ ലിറ്റിൽ വെരി സ്ട്രെന്യൂവസ്. പക്ഷെ അത് ഞാൻ എപ്പോഴും ആ ഒരു കമ്പാർട്ട്മെന്റലൈസ് ചെയ്യുമ്പോൾ ഞാൻ അത് എപ്പോഴും ആ ഒരു കമേഴ്ഷ്യൽ വർക്ക് സൈഡ് ഓഫ് തിങ്സ് ആണ് വെച്ചിരിക്കുന്നത്. ഇപ്പോ വെസ്റ്റേണും അതുപോലെ കർണാട്ടിക്കും ഒക്കെ മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ മ്യൂസിക് ഒക്കെ മിക്സ് ചെയ്ത് ചെയ്യുന്നതിൽ അഗ്രഗണ്യനാണ് ഇളയരാജ സർ. ഞാൻ നമ്മുടെ ഘനശ്യാമ എന്ന് പറഞ്ഞ ഒരു ഡാൻസ് കൊറിയോ പരിപാടി ഉണ്ടല്ലോ, അതിലാണ് ഏറ്റവും കൂടുതൽ അത് നോട്ടീസ് ചെയ്തിട്ടുള്ളത്. പറഞ്ഞല്ലോ ഞാനൊരു മ്യൂസിക് പേഴ്സൺ അല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഐഡിയൽ സാധനം അതാണ്. അപ്പോൾ എപ്പോഴെങ്കിലും അങ്ങനെ പ്ലാൻ ഉണ്ടോ, അതായത് ഒരു കർണാട്ടിക് വെസ്റ്റേൺ മിക്സഡ് പരിപാടി പ്ലാൻ ചെയ്യണം? ഈ കർണാട്ടിക് ഫ്യൂഷൻ സീൻ കുറെ ചെയ്തിട്ടുണ്ട്. സംതിങ് ദാറ്റ്സ് ബീൻ ഡൺ എ ലോട്ട്. നമ്മുടെ അകമായാലും Taikudam also to an extent. Like there's a lot of these fusion things that keep happening. So I think there are people who do this pretty well because എനിക്കത് ആ ഒരു ചെയ്യുമ്പോഴും കുറച്ച് ടേസ്റ്റ്ഫുൾ ആയിട്ട് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. സോ ഐ തിങ്ക് വൺസ് ഞാൻ ആ ഒരു കർണാട്ടിക് സൈഡ് കുറച്ച് മാസ്റ്റർ ചെയ്താൽ ഞാനത് അതിലോട്ട് ചിലപ്പോൾ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കുകളുടെ ഒരു സാധ്യത എത്രത്തോളം? ഇപ്പൊ ഏകദേശം ഒരു 2 ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ചെയ്യണം. സോ എന്താണ് ഇതിന്റെ ഒരു സാധ്യത? ഇത് നമ്മൾ എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യും? ഇപ്പൊ ഇൻഡിപെൻഡന്റ് നല്ല ബൂം, ലൈക് ഇറ്റ്സ് എ ബിഗ് ബൂം, ലൈക് നല്ല ഒരു ഓപ്പർച്യൂണിറ്റീസും നല്ലൊരു സ്പേസ് ഉള്ള ഫീൽഡാണ്. ഇപ്പൊ നമ്മൾ ഹനുമാൻ കൈൻഡ് തന്നെ ബാംഗ്ലൂർ മലയാളി ബാംഗ്ലൂർ ബേസ്ഡ്. ഹീസ് ബീൻ ഡൂയിങ് ദിസ് ഫോർ ഇയേഴ്സ് ദോ. ഇപ്പോഴാണൊന്ന് ലൈക്ക് അതന്നെ. ഐ തിങ്ക് ദെയർസ് എ ലോട്ട് ഓഫ് സ്കോപ്പ്. ആൻഡ് എനിക്ക് ആകെ ഉള്ളത് ആൾക്കാരുടെ മ്യൂസിക് ടേസ്റ്റ്സ് ഒന്ന് കുറച്ചുകൂടി ഓപ്പൺ ആയാൽ വുഡ് ബി ഗ്രേറ്റ്. ആയി വരുന്നുണ്ട് 100%. ഇപ്പൊ ക്വീൻ ഓഫ് ദ നൈറ്റ് ഇസ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ ദാറ്റ്. ഒരു റിസപ്ഷൻ, ഇറ്റ്സ് എ ബിഗ് ബൂസ്റ്റ് ഫോർ മീ ഓൾസോ ആസ് എ സിംഗർ. അപ്പൊ ഐ ഹോപ്പ് ടു റിലീസ് മച്ച് മോർ. ഇപ്പൊ അടുത്ത മാസം എന്റെ അടുത്ത ഒരു ഒറിജിനലിന്റെ ഷൂട്ടും പ്ലാനിങ് ഒക്കെയാണ്. അപ്പൊ ബൈ ദി എൻഡ് ഓഫ് നെക്സ്റ്റ് മന്ത് ഐ എം ഹോപ്പിംഗ് ദാറ്റ് വിൽ ഓൾസോ കം ഔട്ട്. സോ വിൽ ബി റൈറ്റിംഗ്. I'll explore other languages also. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ, ഉയരങ്ങളിലൂടെ പല നാളുകൾ തേടി ഒരു കിന്നാരം മൂളും അഴകിന്നഴകേ. കിളിയേ കിളിയേ മണിമണി മേഘത്തോപ്പിൽ ഒരു മലർന്നുള്ളാൻ പോകും അഴകിന്നഴകേ. അറിയാതെ അറിയാതെ പവിഴവാ തിങ്കൾ അറിയാതെ അലയാൻ വാ അലിയാൻ വാ ഈ പ്രണയതൽപ്പത്തിൽ അമരാൻ വാ. ഇതൊരമര ഗന്ധർവയാമം, ഇതൊരനഘ സംഗീത സല്ലാപം, അലഞ്ഞുറിയുമാഷാഢതീരം അതിലമൃത് പെയ്യും ഈഴാം യാമം. അറിയാതെ അറിയാതെ പവിഴവാർ തിങ്കൾ അറിയാതെ അലയാൻ വാലിയാൻ വായി പ്രണയതൽപ്പത്തിൽ അമരാൻ വാ. ഓക്കെ, ഞാൻ അങ്ങനെയാണെങ്കിൽ ചെറിയൊരു സെഗ്മെന്റിലേക്ക് കൊണ്ടുപോകാം. ഇതൊരു പരിപാടിയാണ്, അതായത് മൂഡ് ബേസ്ഡ് സോങ്സ് ആണ്. ഞാൻ കുറച്ച് മൂഡ്സ് ചോദിക്കും, അത് ബേസ് ചെയ്തിട്ടുള്ള സോങ്സ്. അപ്പൊ എനിക്ക് പാടി തരണം കേട്ടോ. അറിയാണെങ്കിൽ പാടാ. അല്ല, ഇത് അറിയുന്ന തന്നെ, അങ്ങനല്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി പേഴ്സണൽ, യുവർ ചോയ്സസ്. Which song always makes you happy or lifts your mood instantly? ഇത് പെട്ടെന്ന് പറയാൻ കേട്ടോ, ഇത് ആലോചിക്കാൻ സമയമൊന്നുമില്ല.
ആക്ച്വലി ഞാൻ ഇത് ഷോസിന് ഇടയ്ക്ക് പാടുന്നൊരു പാട്ടാ, പറന്നേന്ന് പറഞ്ഞ പാട്ടില്ലേ നമ്മുടെ. പാടിത്തരണം. ഈ നാട് ചുറ്റും ചൂളക്കാറ്റ് ഉള്ളിൻ വാതിൽ തള്ളിപ്പോണി തെന്നി തെന്നി പാറിപ്പോകാനായി, ഈ പൂനിലാവും വെയിലും മഞ്ഞും മഞ്ഞിച്ചോപ്പും പോകും കുന്നും കാണുവാനായി ഒന്നിച്ചോടാൻ വാ. ഓ നേരം പോകണ കണ്ട, ഓ കാലം പായണ കണ്ട, ഈ ഉള്ളം കയ്യിൽ ചോരും വെള്ളം പോൽ. ഓ നേരം പോകണ കണ്ട, ഓ കാലം പായണ കണ്ട, ഈ ഉള്ളം കയ്യിൽ ചോരും വെള്ളം പോൽ. പറന്നേ ചെറു ചിറകുകൾ അടിച്ചുയരേ, ജീവിതത്തെ ചുംബിച്ചിടലോ. പറന്നേ പല മതിലുകൾ ഇടിച്ചുടച്ചേ, സാഗരങ്ങൾ നിന്തി കയറലോ. I think that I always have fun അത് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന നല്ല, it's a very fun song. I feel refreshed. Super. Okay, what's the song that gives you the most adrenaline or energy? അത് ഇത് തന്നെയായിരിക്കും. മറ്റേത് ലിഫ്റ്റ് മൂഡ് ചെയ്യുന്നായിരുന്നു, ഇതൊരു എനർജി. ഇത് കേൾക്കുമ്പോൾ തന്നെ ഐ തിങ്ക് ഇതെല്ലാം ഫീമെയിൽ സിംഗേഴ്സിന്റെ ഒരു നാഷണൽ ആന്തം പാട്ടാണ്. പക്ഷെ ഈ പാട്ട് ഞാൻ പാടിപ്പോ ആക്ച്വലി മിക്ക ഷോസിന് കമേഴ്ഷ്യൽ കേക്സിനൊക്കെ പാടുന്ന ഒരു പാട്ടാണ്. ബട്ട് യാ ഇറ്റ്സ് എ വെരി ലൈക്ക് അഡ്രിനാലിൻ ഹെവി സോങ്. ഐ തിങ്ക് ഇറ്റ്സ് ദിസ് ഹിന്ദി സോങ് കോൾഡ് ജിയാരെ. ഓക്കേ. ചലി രേ ചലി രേ ചുനൂ കോലിയേ കतरा कतरा लम्हों को दिए, पिंजरे से उड़ा दिल का शिखरा, खुदी से मैंने इश्क किया रे, जिया जिया रे जिया रे जिया जिया रे जिया रे जिया जिया रे जिया रे जिया हो, जिया रे जिया रे जिया जिया रे जिया रे जिया जिया रे जिया रे जिया. Oh oh oh. Wow. That's all. Superb. Next song, which song makes you feel nostalgic or takes you back to a special memory? Ooh. Very good. I think I was 6 or 7. ഞാൻ ഈ സ്കൂളിൽ ആദ്യമായിട്ട് ഡ്യൂവറ്റ് ഒരു പെൺകുച്ചിനെ വെച്ച്, me and this one girl. ആ ടീച്ചർ അന്ന് എന്നെ കണ്ടുപിടിച്ച ഐ വാസ് സിംഗിങ് രാപ്പാടിതൻ വിത്ത് ഹർ. രാപ്പാടിതൻ പാട്ടിൻ കല്ലോലിനി രാഗാദ്രമാം ദിവ്യ കാവ്യാഞ്ജലി, രാപ്പാടിതൻ പാട്ടിൻ കല്ലോലിനി. Yeah, this was the first song. Yeah, so it's a little nostalgic. അവിടെയാണ് സെബ എന്നുള്ള ഗായിക ജനിക്കുന്നത്. Okay. Which song makes you want to dance no matter where you are? I think it's a Dua Lipa song. If you wanna run away with me in the galaxy and I can take you for a ride. I had a premonition that we fell into the rhythm where the music don't stop for life. Glitter in the sky, glitter in my eyes, shine just the way I like. If you feel like you need a little bit of company and meet me at the perfect time. Wow. That song, yeah. എന്തായിരിക്കും ശരിക്കും ഒരു ഫ്യൂച്ചർ പ്ലാൻ, ഒരു ഡെസ്റ്റിനേഷൻ ആയിട്ട് കരുതുന്നത്? എന്താണ് ഇന്ത്യ സ്റ്റുഡന്റ് ഫ്യൂച്ചർ പ്ലാൻ? ഐ മീൻ എനിക്ക് ഓഫ് കോഴ്സ് പ്ലേ ബാക്കിൽ കുറച്ച് ഗോൾസ് ഉണ്ട്, കുറച്ച് മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് ഒരു പ്ലാൻ ഉണ്ട്. ഐ മീൻ ഓഫ് കോഴ്സ് ആരൊക്കെയാണെന്ന് പറയൂ. A.R. Rahman is my like one of my top wish list directors. Even Santosh Narayan, I would love to work with him. Bollywood of course കുറച്ച് നമ്മുടെ പ്രീതം, സലീം സുലൈമാൻ, റാം സമ്പത്തിന് വേണ്ടി ഞാൻ കുറച്ച് ട്രാക്സ് ഇങ്ങനെ പാടിയിട്ടുണ്ട്. ലൈക്ക് റിലീസ് അറിയില്ല, ബട്ട് ലൈക്ക് യാ സോ ഫ്യൂ അങ്ങനെ കുറച്ച് പ്ലേ ബാക്ക് വിഷസ് ഉണ്ട്. പിന്നെ ഒറിജിനൽസ് ഓഫ് കോഴ്സ് എനിക്ക് ഇറക്കും. അതും വെച്ച് കുറച്ച് ഷോസ് ടൂർസ് അതിൽ കുറച്ച് ഒരു ബേസ് ബിൽഡ് ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരുപാട് ആളുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള തന്നെ പാട്ട് ഇഷ്ടപ്പെടുന്ന, പാട്ട് പാടണം, പ്രൊഫഷണലി പാടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരായ യങ്സ്റ്റേഴ്സ് ഉണ്ട്. സോ അവരോടൊക്കെ ഒരു അഡ്വൈസ് കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും? കുറെ പേരിങ്ങനെ വന്ന് ചോദിക്കും ലൈക്ക് ഓക്കെ ഞാൻ സ്കൂളിൽ കഴിഞ്ഞിട്ട് നേരെ പാടട്ടെ, ലൈക്ക് പെർസ്യൂ, ലൈക്ക് ഞാൻ പഠിക്കുന്നത് വിട്ട് പാട്ട് ചെയ്യട്ടെ എന്ന്.
see again I'm as an artist 100%, പക്ഷെ അത് ഞാൻ ബ്ലൈൻഡ്ലി അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്ന ആളല്ല. ബിക്കോസ് ഐ വുഡ് ഫസ്റ്റ് സേ make sure your skill set is strong before you jump into this as a career. Because ഇപ്പൊ നമ്മൾ ഒരു കല്ലെറിഞ്ഞാൽ 10 singers 50 musicians especially ഞാൻ ബോംബെയിലാണെങ്കിൽ അപ്പം അങ്ങനെയാണ് അവരുടെ തലയിൽ വീഴും. That's how saturated this the market is. Yes. Fortunately and unfortunately. But if you're someone who's trying to come up, who's very new at it, കുറച്ച് difficult ആയിരിക്കും in the beginning. So അതാണ് ഞാൻ പറയുന്നത്, hone your skills, put in the work, കുറച്ച് ടൈം എടുത്ത് നല്ലോണം സ്കില്ല് ബിൽഡ് ചെയ്തിട്ട് I would say once you're sure of that, once you're very sure you can make it alone as a career, then I would say 100% jump into it. Okay, so ഒരു ഇടവേളക്കെങ്കിലും പ്ലാൻ ബി കരുത്. And that's not bad actually. not bad. കുറെ പേര് ലൈക്ക് ഭയങ്കര ലൈക്ക് അതൊരു ഷെയിം ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാ. ലൈക്ക് ഓ ഇത് ലൈക്ക് യുനോ സൈഡ് ആയിട്ട് ഇതാണ്, അതിലോട്ട് അങ്ങനെ ഇതില്ല, ലൈക്ക് യു ഹാവ് എ പ്ലാൻ ദിസ് തിങ്. ബട്ട് നോ, I would not say that's a bad thing. It's absolutely fine to have like a alternate, something that gets you going. Okay. ഒരു ഗായിക സ്വാഭാവികമായും ഭാവങ്ങൾ കൊണ്ടുകൂടി കൈകാര്യം ചെയ്യുന്ന ആളാണ്. എപ്പോഴെങ്കിലും ഒരു സിനിമാ മോഹമോ അഭിനയ മോഹമോ ഉണ്ടായിരുന്നു? അല്ല, സ്വാഭാവികമായിട്ട് ഒരു പാട്ട് പിച്ച് ചെയ്യണമെങ്കിൽ അതിനോ ഭാവങ്ങളാണ് ശരിക്കും അതില്. ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ആലോചിച്ചിട്ടുണ്ട്, പക്ഷെ എന്റെ അമ്മയ്ക്ക് വലിയ ഞാൻ ആക്ട് ചെയ്യുന്നതിൽ അത്രയും എനിക്ക് I don't think she really likes me going into the acting field. But എനിക്ക് മ്യൂസിക്കൽസ് ചെയ്യാനൊരു താല്പര്യമുണ്ട്. ലൈക്ക് ഈ ഡ്രാമാസ്, ലൈക്ക് ഈ മ്യൂസിക്കൽസ്, സിംഗിങ് ആൻഡ് ആക്ടിങ്, അതിലോട്ട് ഒന്ന് ട്രൈ ചെയ്താലോ എന്നൊരു ആഗ്രഹം. ഇംഗ്ലീഷ് ഡ്രാമാസ് ഉണ്ട് ഐ തിങ്ക്. അങ്ങനെ കുറെ സൗണ്ട് ഇങ്ങനെ ബോംബെയിലൊക്കെ കുറെ മ്യൂസിക്കൽസ് ഇങ്ങനെ ചെയ്യാൻ ഉണ്ട്, ആഗ്രഹമുണ്ട്. അപ്പൊ അത് കുറച്ച് ആക്ടിങ് പഠിക്കണം ആദ്യം. യു നീഡ് ടു ലേൺ ദ ക്രാഫ്റ്റ്. സോ ആർ യു പ്ലാനിങ് ടു ഗോ? മേബി നോക്കാം. ഓക്കേ, ഇനി ഒരു കൈൻഡ് ഓഫ് റാപ്പിഡ് ഫയർ പരിപാടിയാണ്. If you could duet with any singer living or legendary, who would it be? Oh my god, one. Yeah. You. Only one. Very ambitious, but Freddie Mercury. Okay. Queen and the Barney band. One of the legends. Yeah, him. Okay. Sorry, Whitney Houston. There are two now. Okay, which song have you sung that feels the most emotionally personal to you? I think ആലെ പാട്ട് കുറച്ച് അത്യാവശ്യം നല്ലൊരു ഇമോഷണലി ഹെവി. എന്ന് പറഞ്ഞൊരു ഫിലിം, ഗോപി സുന്ദർ എന്ന മ്യൂസിക്. That's very like emotionally നല്ലൊരു, എനിക്ക് ഈവൻ പാടാനും കുറച്ച് നല്ല ഫീൽ വെച്ച് നല്ല പാടാൻ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. So that song. If you had to sing one song for the rest of your life on stage, which would you pick? അയ്യോ, ഇത് ചോദിക്കരുത്. I always tell people, don't ask a singer who's their favorite favorite singer or favorite artist. It's very difficult to answer. That's why we ask. GRA. Okay. National anthem. Okay. One word to describe your mood when someone requests you to sing at a party after midnight. എന്താന്നറിയോ? Okay. പറ. ഞാൻ ചെറുപ്പം തൊട്ട് ഇങ്ങനെ പാർട്ടീസിലും എന്റെ റിലേറ്റീവ്സിന്റെയും ഫംഗ്ഷൻസിലും ഇങ്ങനെ പാടി 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 വളർന്ന കുട്ടിയാണ്. കുഴപ്പമില്ല, ചോദിച്ചോ, കുഴപ്പമില്ല. സത്യസന്ധമായ മറുപടിയാണോ എന്നൊരു സംശയം. But I personally don't like it when you're expected. When okay, yes, you're a singer. So ഇങ്ങനെ ഒരു റേഡിയോ പോലെ ഇങ്ങനെ ഇരുത്തിച്ച് when you're expected to sing. Yeah, if you think that is my responsibility. Yeah, that is when I just പക്ഷെ പാടും, പാടില്ലെങ്കിൽ ചാടിയെന്ന് പറയും. But yeah, I obviously don't mind. ചോദിച്ചാൽ ഞാൻ പാടാം, അങ്ങനെ പ്രശ്നമില്ല. But yeah, അതാണ്. Okay. ഇളവയിൽ വിരലുകളാൽ ഇലകളിൽ മലരുകളിൽ ചായം തൂകുന്നു. ഇളവയിൽ വിരലുകളാൽ ഇലകളിൽ മലരുകളിൽ ചായം തൂകുന്നു. മിഴികളിൽ എഴുതി സന്ധ്യകൾ പല നിറമൊന്നായി രാവുകൾ പീലവും ഒരു പീലിത്തുമ്പായി മാറി ഞാനും. മാത്രല്ല, നമുക്ക് മലയാളത്തിലുണ്ടടാ പിടിയെന്നൊക്കെ ജനറസ് ഇല്ലേ. അതായത് ഈ ഇപ്പൊ നമ്മൾ ആ വെസ്റ്റേണും ക്ലാസിക്കൽ സോങ്സും പറഞ്ഞില്ലേ, ഇതിപ്പോ കുട്ടികൾ ഇത് പഠിക്കാൻ ഇപ്പോൾ സ്വാഭാവികമായിട്ടും സെബയുടെ സിംഗിങ് കണ്ട് ഇൻസ്പയർ ആയി അതുപോലെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളില്ലേ, അത് ശരിക്കും ഒരു പാഷനായിട്ട് ചെയ്താലാണോ ശരിയാവുക, അതോ ട്രെയിൻഡ് ആയിട്ട് അത് എടുക്കാൻ പറ്റുമോ?
എന്താ സംബന്ധിച്ച് ഇപ്പൊ പേരൻസ് ഒക്കെ ലൈക്ക് ഭയങ്കര ഒരു യങ് ഏജിൽ പിള്ളേരെ ഇങ്ങനെ ഉന്തി തള്ളി ചില ക്ലാസ്സസിനൊക്കെ വിടും. അപ്പൊ മോസ്റ്റ് ഓഫ് ദ ടൈം സംടൈംസ് ആ ഒരു അതിനോട് ഉള്ള ഇച്ചിരി ഇഷ്ടം നഷ്ടപ്പെടും പിള്ളേർക്ക് ആ ഒരു ഫോഴ്സ്ഫുൾ സിറ്റുവേഷൻസിൽ ഇട്ട് പഠിപ്പിച്ചാൽ. സോ ഐ വുഡ് ഓൾവേസ് സേ കുറച്ച് സമയം എടുത്ത് ആ കുട്ടിയുടെ എന്താണ് ഒരു മാനറിസംസ്, എന്തിലോട്ടാണ് കുറച്ചുകൂടി ഒരു ഇഷ്ടമുള്ളത് കണ്ട് പിടിച്ചിട്ട് അതിലോട്ടേക്ക് എന്നിട്ട് ട്രെയിൻ ചെയ്യാന്നാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഫോഴ്സ്ഫുള്ളി ഇരുത്തി പഠിപ്പിക്കുന്ന ഒരു ചെറുപ്പം തൊട്ടേ സംഗീതം പഠിപ്പിക്കുന്നതിനോടൊരു പാട്ടിനോടും അതിനോടൊരു കുറച്ചൊരു ആ ഒരു അഫിനിറ്റി ആ ഒരു ഇതുണ്ടെങ്കിൽ 100% ലൈക്ക് ട്രെയിൻ ചെയ്യുക. ദ ഏർലിയർ യു സ്റ്റാർട്ട് ദ ബെറ്റർ. മാതാപിതാക്കൾക്ക് ആഗ്രഹം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വിടണ്ടാന്നല്ലേ? അതെ, കാരണം ചില പിള്ളേർക്ക് അതൊരു ഇഷ്ടക്കേട് പോലെ ഇപ്പം വെറുത്തു honestly. So yeah, that's right. Okay, do you see yourself taking more pan Indian paribadis, more global paribadis? 100%. I hope I do. അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ എന്താണ് പൈപ്പ്ലൈൻ നിലവിൽ? എനിക്കിപ്പോ എന്റെ ഒറിജിനൽസിന്റെയും ബാക്കിയെല്ലാം വർക്ക്സിന്റെ ഒരു കൊളാബറേറ്റീവ് ബേസിസിൽ എന്റെ തന്നെ ഒരു ഷോസ് ചെയ്യാൻ കുറച്ച് താല്പര്യമുണ്ട്. അല്ലാണ്ട് ഇങ്ങനെ നമ്മുടെ വേറെ കമേഴ്ഷ്യൽ ഷോസ് അല്ലാണ്ട് ക്യൂറേറ്റ് ചെയ്തിട്ട് ഒരു ചെറിയ ടൂർ പോലെ ചെയ്യാൻ ഒരു ആഗ്രഹമുണ്ട്. ലൈക്ക് പാൻ ഇന്ത്യ ഒരു ഫ്യൂ സിറ്റീസ് സെലക്ട് ചെയ്തിട്ട് കുറച്ച് വെന്യൂസ് ഇങ്ങനെ എടുത്തിട്ട് ചെയ്താൽ ഒരു ആഗ്രഹമുണ്ട്. So hopefully in the next coming months I'll be able to organize, put that together. Okay, great. Sure. ഈ ഇപ്പോൾ ഞാൻ ചോദിച്ചില്ല അത് ഇൻസ്പിറേഷൻ ആരായിരുന്നു എന്നുള്ള എൻ്റെ ചോദ്യത്തിൽ ശരിക്കും ഒരു വൈഡ് ആയിട്ടുള്ള ആൻസർ പറയുകയാണെങ്കിൽ ശരിക്കും എന്തായിരിക്കും ഒരു ഇൻസ്പിറേഷൻ? ഇപ്പോഴും സോങ്ങിൽ നിൽക്കുക, സോങ്ങിൽ തന്നെ നിലനിൽക്കുക, സോങ് ഒരു ഡെസ്റ്റിനേഷൻ ആയിട്ട് കാണുക, മ്യൂസിക് ജീവനായി കാണുക, എന്താണ് ആ ഒരു ഇൻസ്പിറേഷൻ? ശരിക്കും മുന്നോട്ട് നയിപ്പിക്കുന്ന ഒരു ഫ്യൂൽ എന്താണ്? 100% എനിക്ക് എസെൻഷ്യലി ഐ നോ ദാറ്റ് ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയാലും ഐ വിൽ ബി അൺഹാപ്പി. ഐ തിങ്ക് ദിസ് ഇസ് ദി ഓൺലി thing that I can follow. Yeah, it makes me happy, and as a career also. And there is nothing else that can make me as happy as being on stage or singing anywhere. The recording booth ayalum enikku stage volum venonnilla, just singing on its own very much makes me very happy. So adanike I can't even think of anything else. Yeah. Okay. What challenges do you face now as a playback singer, as a singer, as a human? What are the challenges that you face? As a human. As a singer, as a playback singer, as a commercial singer. Yeah, I mean, as you said, there's a lot of competition. There's a lot of music. There's a lot of different types of singers. A lot of work being put out. So basically, just to stay relevant and to make sure your music and your art is being seen. That is, I think, a big challenge. Big challenge. Yeah, because there's like 10 content creators, there's so many influencers, and social media, I think, is a huge blessing or a big platform. 100%. Like, it's a big platform, but at the same time, നമ്മുടെ പാട്ടിനൊരു വെയിറ്റേജോ നമ്മുടെ മ്യൂസിക് is unfortunately valued by numbers. I would say again, yeah, because like these stats, streams, numbers, the follower count, this shares, all of that. So yeah. അങ്ങനെയല്ല അത് ജഡ്ജ് ചെയ്യേണ്ടത്. Yeah. I would say. Okay. സ്റ്റുഡിയോയിൽ അല്ലാത്ത സമയത്ത്, പാട്ട് ഇല്ലാത്ത സമയത്ത് എങ്ങനെയാണ് ഒരു ലൈഫ് സർക്കിൾ എങ്ങനെയാണ്? ഞാൻ മ്യൂസിക് ഓർ നോട്ട്, ഞാനിപ്പോൾ മുംബൈയിൽ എൻ്റെ ഒരു ഡേ ടു ഡേ റൂട്ടീൻ, എനിക്കൊരു റൂട്ടീൻ പോലെ വർക്ക് അല്ല. ഞാൻ I've been in Mumbai for the last 3-4 years. ഞാനൊരു മ്യൂസിക് പ്രൊഡക്ഷൻ്റെ കോഴ്സ് ചെയ്യാനാണ് അങ്ങോട്ട് മാറിയത്. പിന്നെ അവിടെ I stayed back for a few years. എനിക്ക് സ്ഥലം ഭയങ്കര ഇഷ്ടമാണ്, അവിടെയും കുറച്ച് വർക്ക് ഉണ്ട്. സോ ഇവിടെ അങ്ങോട്ട് I keep shuttling between Kochi and Mumbai. But yeah, I have my routine. I make sure like എൻ്റെ ആ ഒരു ഡേ ടു ഡേ റൂട്ടീൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഫോളോ ചെയ്യാൻ നോക്കും. ലൈക്ക് എൻ്റെ വർക്ക്ഔട്ട്, I just go out. ഞാൻ ചിലപ്പോൾ ഒക്കെ എനിക്ക് കുറച്ചൊരു ഇത് ചേഞ്ച് ഓഫ് സീൻ വേണമെങ്കിൽ ഞാൻ ചുമ്മാ പോയി ബീച്ചിൽ പോയിരിക്കും. Like on my own, I sit and I try to write. ഒറ്റയ്ക്ക് പോയിരിക്കും. Yeah, എനിക്കിഷ്ടമാണ്. സോളിറ്റ്യൂഡ് അല്ലേ? Yeah, you should enjoy it actually. എന്തായാലും എക്സ്പീരിയൻസ് ആയിരിക്കും. You feel comfort or? Very comfortable. Yeah, I think you need to learn to be by yourself. Like enjoy your own solitude. I think most people don't have that. And അതൊന്ന് നമുക്ക് സെറ്റ് ആയാൽ then you'll be very comfortable. And I think once that is also sorted,
ആ ഒരു എനർജിക്ക് ആഡ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ലൈഫിൽ ടേക്ക് ഇൻ ചെയ്യത്തുള്ളൂ. സോ യാ. നാട് മിസ് ചെയ്യാറുണ്ടോ? ഐ മീൻ എനിക്കിപ്പോ മിസ്സിംഗ് പോലെ തോന്നത്തില്ല, കാരണം ഞാൻ ഇടയ്ക്ക് വരാറുണ്ട്. ഐ മിസ്. And you are surrounded by people of Malus, right? എന്തോ You are surrounded by Malus. ഐ മീൻ ഓൾ ടൈപ്സ് ഓഫ് പീപ്പിൾ. പക്ഷെ എൻ്റെ റൂംമേറ്റ്സ് എല്ലാവരും മലയാളികളാണ്. പിന്നെ ഞാൻ നാട്ടിലിപ്പോ ഷോസ് ചെയ്യാൻ കുറെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അച്ഛനും അമ്മയും കോട്ടയത്താ. ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. അതാണ് ചോദിച്ചത്. ഹോം മിസ് ചെയ്യാറുണ്ടോ? മിസ് ചെയ്യാറുണ്ട്. അത് മിസ് ചെയ്യുമ്പോ അതാ ഷോയിന് ഇങ്ങനെ വരും, കുറച്ച് ഒരു ആഴ്ച ഇങ്ങനെ നിൽക്കും, കുറച്ച് നല്ല ഭക്ഷണം കഴിക്കും, എന്നിട്ട് തിരിച്ചു. അവിടെ എങ്ങനെ ഫുഡൊക്കെ സ്വന്തമായി കുക്ക് ചെയ്യാണോ? കുക്ക് ചെയ്യാം. അപ്പൊ നല്ല ഫുഡും മിസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഫൈനലി നമുക്ക് ഇനിയും ഒരുപാട് സത്യമായിട്ട് സംസാരിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ടൈം കുറച്ച് സീനുണ്ട്. എനിവേ ഒരുപാട് ഫാൻസ് ഇപ്പോൾ ഉണ്ട്, അതൊരു സത്യമാണ്. ഒരുപാട് മീൻസ് ഇത് ഇഷ്ടപ്പെടുന്ന, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, യൂട്യൂബ് ചാനൽ നോക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ലോക കണ്ട് ക്യൂൻ ഓഫ് ദ നൈറ്റ് കേട്ട് വന്ന് ആരാ ഇത് പാടിയതെന്ന് തിരക്കി വരുന്നൊരു ഭയങ്കര ഇറ്റ്സ് മേക്സ് യു ഹാപ്പി. ഐ നോ. But what do you think? What do you wish to say to them? Those people, they like your videos, they listen your songs. What do you want to say? I would say, first of all, thank you so much for the love that you have shown Queen of the Night. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. Especially as an artist and a writer, it's one of the biggest things you can ask for. ഒരു മലയാളം ഫിലിമിൽ ഒരു ഇംഗ്ലീഷ് സോങ്ങിന് ഇത്രയും ലവ് റിസീവ് ചെയ്യുന്നത് തന്നെ. സോ താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് ഓൺ സപ്പോർട്ടിങ് മീ ഇൻ ഓൾ മൈ ഫ്യൂച്ചർ പ്രോജക്ട്സ്. എൻ്റെ ഒറിജിനൽസ് ആയാലും വരുന്ന പ്രോജക്ട്സ് ഒക്കെ ഐ വുഡ് 100% നീഡ് യുവർ സപ്പോർട്ട് ആസ് എൻ ആർട്ടിസ്റ്റ്. ആൻഡ് സോ യാ, thank you. Yeah, also I wish to say thank you so much and wish you all the very best. Thank you for having me. Yeah, thank you so much.